ആവാം, പക്ഷേ അത് നിന്നെക്കാളും 4-5 കൂടുതലുണ്ട്, എന്നോട് വേണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇത് തന്നെയാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അതായത് മനുഷ്യനുണ്ടാവുന്നതിന് മുൻപ്, ഭൂമിയിലുള്ള നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ജീവജാലങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ്, ഡൈനോസർ ഉണ്ടാവുന്നതിന് മുൻപ് ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായ ഓർഗാനിസത്തിന് ഒറ്റ സെല്ലേ ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ ഒരു കോശമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന ഇത്രത്തോളം ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായി. അന്നുണ്ടായിരുന്ന ഡൈനോസറുകൾ പോയി, മാമത്തുകൾ പോയി, അങ്ങനെ ഒരുപാട് ഓർഗാനിസംസ് നശിച്ചു പോയി. പക്ഷേ ഇപ്പോഴും അന്നുണ്ടായിരുന്ന ഒരാൾ തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. അവരാണ് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഫംഗൈ, വൈറസ്. അതെ, ഇവരെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്, മൈക്രോബിയൽ. നമ്മുടെ വീട്ടില് പാല് പുളിപ്പിച്ച് തൈരാക്കാൻ സഹായിക്കുന്നത് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. നമ്മുടെ വീട്ടിൽ അപ്പം പുളിപ്പിക്കാനും, നമ്മുടെ പുളിപ്പിച്ച് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗയാണ്. അങ്ങനെ ഈ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇവരില്ലാത്തൊരു ലോകത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇതേ സമയം തന്നെ വില്ലന്മാരും ഹീറോസും ഉള്ളതുപോലെ നമ്മൾക്ക് ദോഷമുണ്ടാക്കുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് പനി ഉണ്ടാക്കി തരുന്ന വൈറസ്, ഫംഗസ്, ബാക്ടീരിയസ്, നമുക്ക് പല്ലിന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയസ് ഉണ്ട്, നമുക്ക് വയറിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയസ് ഉണ്ട്, വായില് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് ഉണ്ടാക്കുന്ന ഫംഗസുകളുണ്ട്. അങ്ങനെ മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന ഒരുപാട് ബാക്ടീരിയസും വൈറസും ഫംഗസുകളും നമുക്ക് ചുറ്റുമുണ്ട്. വർഷം 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ കണ്ടുപിടിക്കുന്നു. അതെങ്ങനെയാ കണ്ടുപിടിച്ചെന്നുള്ള സ്റ്റോറിയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അതൊരു സെറൻഡിപ്പിറ്റി ആയിരുന്നു. അതിനുശേഷം 1945 ഇതേ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നു. ഈ നോബൽ പ്രൈസ് വാങ്ങുന്നതിൻ്റെ കൂടെ അദ്ദേഹം നൽകിയ സ്പീച്ചിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഒരു വലിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്, ആന്റിബയോട്ടിക്സ്. പക്ഷേ നമ്മളിത് ഏത് ഓർഗാനിസത്തിനെതിരെയാണോ കണ്ടുപിടിച്ചിരിക്കുന്നത് അവർ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന കാലം വിദൂരമല്ല. അതെ, ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആ കണ്ടുപിടിച്ച വേളയിൽ തന്നെ അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതൊരു കാലത്ത് ഉപയോഗമില്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനിലേക്ക് വരാമെന്ന് അദ്ദേഹം അന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് ഒരു വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആന്റിബയോട്ടിക്സിനോട് തന്നെ, അതായത് പെൻസിലിനോട് തന്നെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസത്തിനെ അന്ന് തന്നെ കണ്ടുപിടിക്കുകയും പുതിയ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിക്കുന്നതിലേക്ക് അത് പോവുകയും ചെയ്തു. ഇന്ന് നമ്മൾക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള ആന്റിബയോട്ടിക്സും മെഡിസിൻസും ഉണ്ട്. ഇതിന്റെ കൃത്യമായ ഉപയോഗം ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ കൃത്യമല്ലാത്ത ഉപയോഗം നമ്മൾ സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപ്, ഡൈനോസർ ഉണ്ടാവുന്നതിന് മുൻപ്, ഒരു മീൻ ഉണ്ടാകുന്നതിന് മുൻപ്, ഒരു മാമത്ത് ഉണ്ടാവുന്നതിന് മുൻപ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ ഓർഗാനിസമാണ് സിംഗിൾ സെൽഡ് ഓർഗാനിസം, അല്ലെങ്കിൽ ഏകകോശ ജീവികൾ. ഈ ഏകകോശ ജീവികൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഉണ്ടായിരുന്ന മാമത്തും ഭീമാകാരമായ രൂപത്തിലുള്ള മത്സ്യങ്ങളും ഡൈനോസറുകളും ഒക്കെ എക്സ്റ്റിന്റ് ആയിപ്പോയി. പക്ഷെ ഇപ്പോഴും മൈക്രോ ഓർഗാനിസം അതേപോലെ തന്നെ നിലനിർത്തും. എവല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഡാർവിൻ കണ്ടുപിടിച്ച തിയറി, ഈ എവല്യൂഷനാണ് നമ്മുടെ ബാക്ടീരിയാസ് പോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യാനും അതിന് ദുഷ്കരമാകുന്ന സിറ്റുവേഷൻസിൽ നിന്ന് അതിന് റെസിസ്റ്റന്റ് ആയി മുന്നോട്ട് ജീവിക്കുവാനും സഹായിക്കുന്നത്. ഈ കാര്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. ഈ മോളിക്യൂൾ സാധാരണ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയസിന്റെ സർഫസിലുള്ള ഏതെങ്കിലും ഒരു ടാർഗറ്റ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിൽ പോയി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഡിസിന്റെ മോളിക്യൂൾ കണ്ടുപിടിക്കുന്നു. ഈ മെഡിസിൻ ബാക്ടീരിയയോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ടോക്സിന്റെയോ ബോഡിയിൽ ഇത് പോയി അറ്റാച്ച് ചെയ്തിട്ട് അതിനെ നശിപ്പിച്ചു കളയുന്നു. ഇങ്ങനെയാണ് സാധാരണ സിമ്പിളായി പറയുകയാണെങ്കിൽ ആന്റിബയോട്ടിക് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സ്ഥിരമായി നമ്മളുടെ ശരീരത്തിൽ ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അധികമായി കിട്ടിയ ആന്റിബയോട്ടിക്സ് നമ്മൾ ക്ലോസറ്റിലോ ഫ്ലഷ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വലിച്ചെറിയുകയോ ചെയ്യുക. അപ്പൊ എന്ത് പറ്റും? മഴയിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാരണങ്ങളിലൂടെയോ ഇത് നമ്മളുടെ നോർമൽ വാട്ടർ സോഴ്സിലേക്ക് എത്താം. മൃഗങ്ങളെ വളർത്തുമ്പോഴും പല പച്ചക്കറികൾ വളർത്തുമ്പോഴും ഇതിനകത്ത് ആന്റിബയോട്ടിക്സ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ കൾട്ടിവേഷൻ കൂട്ടാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ നമ്മളുടെ ചുറ്റുമുള്ള എല്ലായിടത്തും, അത് മൃഗങ്ങളിലാവട്ടെ, പക്ഷികളിലാവട്ടെ, പച്ചക്കറികളിലാവട്ടെ, നമ്മളുടെ ശരീരത്തിനുള്ളിലാവട്ടെ, ഒരു വലിയ ഡോസ് ഓഫ് ആന്റിബയോട്ടിക് എല്ലാ ദിവസവും കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ കൂടെ
അവിടെ തന്നെ സർവൈവ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ. അതായത് ഭൂമിയിൽ ആദ്യം ഉണ്ടായ ഓർഗാനിസംസും ഇതിന്റെ ഇടയിൽ സർവൈവ് ചെയ്യണമല്ലോ. ഇപ്പൊ നിരന്തരം ഈ ബാക്ടീരിയസിന്റെ മുകളിലേക്ക് ആന്റിബയോട്ടിക് കോണ്ടാക്ട് വരുന്ന സമയത്ത് അവർ ഇതിനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെ? ഇതിന്റെ ബോഡിയിലുള്ള ആ ഒരു ടാർഗറ്റ് പോയിന്റ് ഷേപ്പ് അങ്ങ് മാറ്റും. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആന്റിബയോട്ടിക്കിന് ഒരൊറ്റ ടാർഗറ്റ് സെല്ലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഇതിന്റെ ബോഡിയിലുള്ള ഈ ടാർഗറ്റ് സെല്ല് എവല്യൂഷൻ കാരണം മാറി എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് ഈ ആന്റിബയോട്ടിക്കോട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ സാധിക്കില്ല.